അകലെ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യത്തെ 1-2 എപ്പിസോഡിൻ്റെ റിവ്യൂ ഒന്നിച്ചാണ്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. തുടക്കം തന്നെ കാണിക്കുന്നത് രാത്രി വീട്ടിൽ ആരും അറിയാതെ എങ്ങോട്ടോ പോകാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഋതികേനെ ആയിരിക്കും. ഈ സമയം ഋതിക വിളിച്ചതനുസരിച്ച് രാജു പുറത്ത് ബൈക്കുമായിട്ട് വന്നിട്ടുണ്ടാവും. അങ്ങനെ ആരും അറിയാതെ മതിൽ ചാടി ഋതിക പുറത്ത് രാജുവിനരികിലെത്തുവാണ്. അങ്ങനെ അവർ രണ്ടാളും പോകാൻ ഒരുങ്ങുന്ന ആ സമയത്ത് പ്രതാപൻ എന്തോ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എണീറ്റ് ബാൽക്കണി വന്ന് നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ അച്ഛനെ കാണുന്നതും ഋതിക പേടിക്കുവാണ്. ഋതികയെ രാജു അവിടെ ചെടികൾക്കിടയിൽ മറഞ്ഞു നിൽക്കുമായിരിക്കും. പിന്നീട് പ്രതാപൻ അവിടെ നിന്ന് പോയതിനു ശേഷം അവർ രണ്ടാളും ബൈക്കിൽ കയറി കാടിൻ്റെ ഉള്ളിലുള്ള ഒരു ക്ഷേത്രത്തിൽ പോകുവാണ്. എന്നിട്ട് ഋതിക തൻ്റെ ബാഗിൽ നിന്ന് 2 തുളസിപ്പൂ വെച്ചിട്ടുള്ള മാല എടുക്കുവാണ്. അങ്ങനെ അതിൽ ഒരു മാല എടുത്ത് രാജുവിൻ്റെ കയ്യിൽ കൊടുക്കുവാണ് കേട്ടോ. ഈ സമയം നമ്മൾ വിചാരിക്കും അവർ രണ്ടാളും പരസ്പരം മാല ചേർത്താൻ പോകുമെന്ന്. എന്നാലല്ല, ഋതിക അങ്ങനെ ആ മാലയും എടുത്ത് അവിടെയുള്ള ആ ഒരു വിഗ്രഹത്തിൽ ചെന്ന് ചേർത്തി കൊടുക്കുവാണ്. എന്നിട്ട് എക്സാമിന് ജയിക്കണമെന്ന് പറഞ്ഞ് ഭഗവാനോട് ഭയങ്കര പ്രാർത്ഥന നടത്തുവാണ് കേട്ടോ. ഇതുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും രാജു. അന്നേരം രാജു ഋതികയോട് പറയണേ, ഇങ്ങനെ എക്സാമിന് ജയിക്കണമെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, മാഡം എന്തെങ്കിലും പഠിക്കുക കൂടി വേണം. താൻ പാതി ദൈവം പാതി എന്നാണ്. അതെ, അതൊക്കെ എനിക്കറിയാം. ഇത്തവണത്തെ എക്സാമിന് എനിക്ക് എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ. എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്നേഹം വേണം. അത് കിട്ടാനായിട്ട് ഈ എക്സാമിനെങ്കിലും എനിക്ക് ജയിക്കണം. രാജു എന്നെ കളിയാക്കേണ്ട. തന്നെയല്ലല്ലോ ഞാൻ കൂടെ വിളിച്ചത്, തന്നെ അനിയത്തിയല്ലേ. ഇങ്ങനൊരു പേടിത്തൂരാൻ. വേഗം വാ, നമുക്ക് വേറെ കുറച്ച് അമ്പലങ്ങളിലും കൂടി കയറാനുണ്ട്. മാഡം, സാറ് മാഡത്തിന് അന്വേഷിച്ചാൽ അതാ പറഞ്ഞത്, വേഗം വണ്ടി വിടാൻ. അച്ഛൻ എണീക്കുന്നതിന് മുമ്പ് എനിക്ക് അവിടെ തിരിച്ചെത്തണം. വേഗം വിട്ടേ. പിന്നീട് കാണിക്കുന്നത് പ്രതാപയാണ് കേട്ടോ. അങ്ങനെ നേരം വെളുത്ത് പ്രതാപൻ മീറ്റിങ്ങിനൊക്കെ പോകാൻ റെഡിയായി നിൽക്കുവാണ്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് പ്രതാപൻ. ഈ സമയം പ്രതാപൻ്റെ ചേച്ചി അംബിക പ്രതാപനെ ആരതിയൊക്കെ ഒഴിയുവാണ്. അന്നേരം പ്രതാപൻ ചേച്ചിയുടെ സ്നേഹമൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നുണ്ട് കേട്ടോ. പിന്നീട് ഈ ആരതി ഒഴിഞ്ഞതിന് ശേഷം അത് പുറത്തു കൊണ്ടുപോയി തട്ടാൻ വേണ്ടി അംബിക പുറത്തെത്തുമ്പോഴായിരിക്കും അവിടെ ഇരിക്കണം പ്രതാപൻ്റെ ഫ്ലക്സ് കാണുന്നത്. അങ്ങനെ ആ ഫ്ലക്സിലേക്ക് തന്നെ അംബിക ദേഷ്യത്തിൽ ആരതി തട്ടിങ്ങനെ വലിച്ചെറിയുവാണ്. എന്നിട്ട് പറയണേ, എടാ, എനിക്ക് കിട്ടേണ്ട സ്ഥാനത്താ ഇപ്പോൾ നീ ഇരിക്കുന്നത്. ഈ മന്ത്രിയും MLA ഒക്കെ ആകേണ്ടിരുന്നത് ഞാനായിരുന്നു. എനിക്ക് അർഹതപ്പെട്ടതൊക്കെ ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ പുറമെ പ്രതാപനോട് സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ പ്രതാപനോട് ഭയങ്കര ദേഷ്യമാണ് അംബികയ്ക്കുള്ളത്. പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ്റെ അനിയൻ ശേഖറിനെയും ശേഖറിൻ്റെ ഭാര്യ യാമിനിനെയുമാണ്. അവരുടെ മോളാണ് അപ്പു എന്ന് പറഞ്ഞ അപർണ. അങ്ങനെ അവരെല്ലാവരും കൂടെ ഇവിടെ സംസാരിച്ചിരിക്കുമായിരിക്കും. ഈ സമയം അംബിക പറയണേ, അല്ല ഋതിക എവിടെ? അവൾ ഇതുവരെ എഴുന്നേറ്റില്ലേ? ഇന്ന് അവൾക്ക് എക്സാം അല്ലേ? ഒരു പഠിക്കുന്ന കുട്ടിയുടെ സ്വഭാവമാണ് അവൾക്കുള്ളത്. എക്സാമായിട്ട് അവളോട് എന്ത് ചെയ്യുവാണോ എന്തോ. ചിലപ്പോൾ ഉറക്കം ഒഴിച്ച് പഠിക്കുമായിരിക്കും. ഇത്തവണയെങ്കിലും എല്ലാ വിഷയത്തിനും ജയിച്ചാൽ മതി. അന്നേരം പ്രതാപനാണെങ്കിൽ ഋതികയുടെ കാര്യം പറയുമ്പോൾ വല്ലാതെ ദേഷ്യം വരുവാണ്. അവൾ കാരണം ഞാൻ നാണം കെടുക. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മന്ത്രിയെ ഞാൻ. എന്നിട്ട് സ്വന്തം മോള് പോലും എക്സാമിന് തോറ്റു കിടക്കുക. ആൾക്കാർ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ മുമ്പിൽ നിന്ന് ഉരുകുവാണ്. ഇത്തവണയെങ്കിലും മകൾ ജയിക്കുമെന്ന് കളിയാക്കിയാണ് ഓരോരുത്തർ ചോദിക്കുന്നത്. ഇത്തവണ കൂടി അവൾ എക്സാമിന് തോറ്റുവാണെങ്കിൽ പിന്നെ അവളുടെ കാര്യത്തിൽ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അന്നേരം അംബിക പറയണേ, ഞാനെന്താണെങ്കിലും അവളൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അംബിക അവിടെ നിന്ന് പോകുവാണ്. ഇതേ സമയം രാജൻ്റെ കൂടെ ഋതിക തിരിച്ചെത്തുവാണ് കേട്ടോ. അങ്ങനെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴായിരിക്കും അച്ഛൻ്റെ ഫോട്ടോയിൽ അഴുക്കൊക്കെ ആയി കിടക്കുന്നത് ഋതിക കാണുന്നത്. അന്നേരം ഋതിക പറയണേ, ആരായി ഫ്ലക്സിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? അന്നേരം രാജു പറയണേ, മാഡം വെക്കോ, ഇത് ഞാൻ വൃത്തിയാക്കിക്കോളാം. അങ്ങനെ ഋതിക അംബികയുടെ കണ്ണു വെട്ടിച്ച് റൂമിൻ്റെ അകത്തെത്തുവാണ്. ഈ സമയം അംബിക ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇതെന്ത് ചെയ്യുമായിരുന്നു? അത് ഞാൻ പിന്നെ കുളിക്കുമായിരുന്നു. ശരി, നീ താഴത്തേക്ക് വാ. നീ പഠിച്ചൊക്കെ കഴിഞ്ഞോ? ഇത്തവണയെങ്കിലും നീ എക്സാമിന് ജയിക്കുമോ? അതൊക്കെ ഞാൻ ജയിച്ചോളാം. അതൊന്നും ഓർത്ത് വലിയ ടെൻഷൻ ആവണ്ട. അല്ല, നീ കുളിക്കുവാന്നല്ലേ പറഞ്ഞത്? പിന്നെ എങ്ങനെ നെറ്റിയിൽ ഈ ചന്ദനം വന്നത്? അത് കുളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചന്ദനം എടുത്ത് ചേർത്തിയതാണ്. അമ്പലത്തിൽ പ്രത്യേകം പൂജിച്ച് ചന്ദനം എഴുതുന്നത്. ശരി ശരി, വേഗം വാ. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്നതാണ്. ഈ സമയം പ്രതാപൻ രാജുവിനെ വിളിക്കുവാണ്. എല്ലാ കാര്യങ്ങളും നിൻ്റെ ഒരു ശ്രദ്ധ വേണം എന്നൊക്കെ പറഞ്ഞ് രാജുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുവാണ്. ഈ സമയം ഋതികയും അവിടെ എത്തുമായിരിക്കും കേട്ടോ. ഋതിക അങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പ്രതാപൻ അങ്ങ് ദേഷ്യം വരുവാ. ഇത്തവണ നീ പരീക്ഷയ്ക്ക് പൊട്ടുമോ? ഇത്തവണ അങ്ങനെ കാര്യം സംഭവിച്ചാൽ നിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുക്കും. അത് നീ എന്താണെങ്കിലും അനുസരിച്ചോളണം. അങ്ങനെ പറഞ്ഞ ദേഷ്യത്തിൽ പ്രതാപൻ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഋതികയും കുട്ടി രാജുവും പോകാനായിട്ട് നിൽക്കുകയാണ്. അന്നേരം പ്രതാപനൊരു പ്രസ് മീറ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ പ്രതാപൻ ആൾക്കാരോട് സംസാരിച്ച് നിൽക്കുമായിരിക്കും. ഈ സമയത്ത് ഋതിക രാജുവിനോട് പറയണേ, എനിക്ക് അച്ഛൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കണം. അയ്യോ മാഡം, അങ്ങനെ ഇനി ചെയ്യല്ലേ, സാറിനൊന്നും ഇഷ്ടമാവില്ല. താനൊന്ന് പോടോ. താൻ കണ്ടോ ഞാൻ എങ്ങനെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ പോകുന്നതെന്ന്? അങ്ങനെ പറഞ്ഞ് പേനയുടെ മൂടി താഴത്തേക്ക് ഇങ്ങനെ എറിയുവാണ് കേട്ടോ. ഈ സമയം ഇതെല്ലാം അംബിക ശ്രദ്ധിക്കുന്നുണ്ടാവും.
അങ്ങനെ ഋതിക ആ മൂടിയെടുക്കാനെന്നും പറഞ്ഞ് അച്ഛൻ്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുക. ഈ സമയം അത് കാണുന്ന പ്രതാപൻ ദേഷ്യം വന്ന് ഋതികയുടെ കരണം തടിക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം രാജു ഇങ്ങനെ ഓർക്കുവാണ്. അങ്ങനെ ആ പേനയുടെ മൂടിയെടുക്കാൻ പോകുന്ന ഋതികയെ രാജു തടയുക. എന്നിട്ട് അതിന് പകരം രാജു തന്നെ പോയി ആ മൂടിയെടുത്ത് ഋതികക്ക് കൊടുക്കുവാണ് കേട്ടോ. ആ സമയം ഋതികക്കാണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യം തോന്നുവാണ്. അങ്ങനെ അവർ രണ്ടാളും കാറിനടുത്ത് നിന്നും പോകുക. ഈ സമയം അംബികയാണെങ്കിൽ രാജു അത്ര നല്ലവനെന്നുള്ള അല്ല എന്നുള്ള രീതിയിൽ പ്രതാപനോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ പ്രതാപൻ അതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. രാജുവിനെ പോലെ ഇത്ര വിശ്വസ്തനായ ഒരാൾ എൻ്റെ കൂടെയുള്ളതാ എൻ്റെ ധൈര്യം. ഇപ്പം തന്നെ കണ്ടില്ലേ ആ പേനയുടെ മൂടി വീണപ്പോൾ അവൻ വന്നെടുത്തത്. അതാ അവൻ അങ്ങനെ ചെയ്തത് ആരെ രക്ഷിക്കാനാണെന്നൊക്കെ എനിക്കറിയാം. അവൻ നല്ലവനാ. അങ്ങനെ പറഞ്ഞ പ്രതാപനും അവിടെ നിന്ന് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് കാറിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഋതികേനായിരിക്കും കേട്ടോ. ഈ സമയം ഋതിക കെമിസ്ട്രി ഇങ്ങനെ ഭയങ്കര പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോഴായിരിക്കും രാജു ഒരു കാര്യം ഓർക്കുന്നത്. രാജുവിൻ്റെ പെങ്ങളും ഋതികയും ഒരുമിച്ചാണ് പഠിക്കുന്നത്. ഇന്ന് രാവിലെ രാജുവിൻ്റെ പെങ്ങള് ശ്രീലക്ഷ്മി പറഞ്ഞിരുന്നു, ചേട്ടാ ഇന്ന് ഫിസിക്സിൻ്റെ എക്സാമാണ്, ഇന്ന് തന്നെ എനിക്ക് എക്സാം ഫീ കൊടുക്കണം. അങ്ങനെ ആ കാര്യം ഓർത്തിട്ട് ഇന്ന് ഫിസിക്സിൻ്റെ എക്സാം ആണല്ലോ എന്ന് ഋതികേനോട് പറയാൻ തുടങ്ങുമായിരിക്കും കേട്ടോ രാജു. എന്നാൽ ഋതിക രാജു പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമോ, എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, എനിക്ക് ഇത്തവണയെങ്കിലും ഈ എക്സാം ക്ലിയർ ചെയ്യേണ്ടതാണ്. അങ്ങനെ കോളേജിലെത്തുവാണ്. കോളേജിൽ കയറുന്നതിന് മുമ്പും രാജു ഈ കാര്യം പറയാനായിട്ട് കുറേ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഋതികയാണെങ്കിൽ രാജുവിനെ കൊണ്ടൊന്നും പറയിപ്പിക്കുന്നില്ല കേട്ടോ. അന്നേരം രാജു പറഞ്ഞേ, മാഡം എക്സാമാണ്, എന്താണെങ്കിലും ടെൻഷൻ ആവണ്ട. എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവം ഉണ്ടായ ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക, എന്നിട്ട് നല്ലപോലെ ആലോചിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുക. അന്നേരം ഋതിക പറഞ്ഞേ, ശരിക്കും താനാണോ ഞാനാണോ എക്സാം എഴുതാൻ പോകുന്നത്, ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് ഋതിക വേഗം തന്നെ എക്സാം ഹാളിലേക്ക് പോകുവാണ്. പിന്നീട് അവിടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ഋതികക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുമ്പോൾ ഋതിക അവിടെ പ്രശ്നം ഉണ്ടാക്കുക. അയ്യോ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പോയി, ഇന്ന് കെമിസ്ട്രിയുടെ എക്സാം അല്ലേ. അന്നേരം ടീച്ചർ വഴക്ക് പറയുക. അത് ശരി, അപ്പോൾ കൂടി ടൈം ടേബിളൊന്നും നോക്കാതെയാണ് എക്സാമിന് വരുന്നത്, ഇന്ന് ഫിസിക്സിൻ്റെ എക്സാമാണ്. അത് കേൾക്കുന്നതും ഋതിക ആകെ ടെൻഷനാകുവാണ്. ഈ സമയം രാജു പറഞ്ഞ കാര്യം എടുത്ത് ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് എന്തൊക്കെയോ എക്സാമിന് എഴുതി വെക്കുക. എക്സാം കഴിഞ്ഞതും നിരാശയോടെ ഋതിക ഹാളിന് പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ ശ്രീലക്ഷ്മി ഋതികനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അംബിക രാജുവിനെ വിളിക്കുക. അതെ, എത്രയും പെട്ടെന്ന് ഋതികേനെയും കുട്ടി നീ ഇവിടെ എത്തണം, എക്സാം കഴിഞ്ഞാൽ അവൾ അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറയും. പക്ഷേ മറ്റൊരിടത്തും പോകാതെ നേരെ വീട്ടിലേക്ക് വരണം. ഇന്ന് പെണ്ണ് കാണാനായിട്ടൊരു കൂട്ടർ വരുന്നുണ്ട്. അല്ല മാഡം, മാഡത്തിന് ഇപ്പോൾ കെട്ടിച്ചു വിടാൻ പോകുവാണോ? അതെ, ഈ വക കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കണ്ട, നീ പറയുന്നത് മാത്രം ചെയ്താൽ മതി. അങ്ങനെ രാജു ഋതികയെ കൂട്ടാൻ അവിടെ എത്തുവാണ്. എക്സാം എങ്ങനെയുണ്ടായി മാഡം? അന്നേരം ഋതിക ദേഷ്യത്തിൽ ചോദിക്കണേ, എല്ലാം അറിഞ്ഞിട്ട് എന്നെ കളിയാക്കി ചോദിക്കുകയാണല്ലേ. തനിക്കറിയായിരുന്നില്ലേ ഇന്ന് കെമിസ്ട്രിയുടെ എക്സാം അല്ലെന്ന്? അറിയായിരുന്നു, എനിക്ക് പിന്നെ അതൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ എത്ര തവണ പറയാൻ ശ്രമിച്ചു, മാഡം അല്ലേ എന്നെ തടഞ്ഞതും. മാഡം സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, വേഗം വണ്ടി കയറ്, വേഗം അവിടെ എത്തിക്കണമെന്നാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. എന്തിനാ ഇപ്പോൾ അവിടെ വേഗം എത്തിയിട്ട്? അന്നേരം രാജു വരണേ, അത് പിന്നെ മാഡത്തെ പെണ്ണ് കാണാനായിട്ട് ആരൊക്കെ വന്നിട്ടുണ്ട്. പെണ്ണ് കാണാനോ? ആ അതെ, മാഡം വന്ന് വണ്ടി കയറും. ഈ സമയം ഋതിക വരണേ, എനിക്കിപ്പോൾ കല്യാണമൊന്നും കഴിക്കണ്ട, കല്യാണം കഴിച്ചാൽ എനിക്ക് അച്ഛനെ വിട്ട് പോകേണ്ടി വരും. മാഡം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇത് മാഡത്തിൻ്റെ അച്ഛനെടുത്ത തീരുമാനമല്ലേ, മാഡം ഇതനുസരിച്ചില്ലെങ്കിൽ അച്ഛന് ദേഷ്യമാവില്ലേ? അങ്ങനെ ഋതികയും കൂട്ടി രാജു വീട്ടിലെത്തുവാണ്. അങ്ങനെ വീട്ടിലെത്തിയ ഋതിക അകത്തേക്ക് കയറാൻ തുടങ്ങുമായിരിക്കും. അന്നേരം അംബിക എക്സാം എങ്ങനെയുണ്ടായി, ഇത്തവണയെങ്കിലും ജയിക്കോ എന്നൊക്കെ ഋതികയെ കളിയാക്കിക്കൊണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഋതിക അംബികയ്ക്ക് നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം പ്രതാപനും അവിടെ ഉണ്ടാകും. പ്രതാപനാണെങ്കിൽ ഋതികയുടെ പെരുമാറ്റമൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പു നീ ഇവളെ പോയി വേഗം റെഡിയാക്കി കൊണ്ടുപോവാം. ആ സമയം അപ്പു ഋതികയും കൂട്ടി മുകളിലേക്ക് പോകുവാണ്. ഈ സമയം ഋതികയാണെങ്കിൽ റൂമിൽ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛ എനിക്കിപ്പോൾ കല്യാണം വേണ്ട, എനിക്കെൻ്റെ അച്ഛനെ വിട്ടു പോകാൻ തീരെ താല്പര്യമില്ല. ഈ സമയം ഋതിക കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് രാജു റൂമിലേക്ക് വരിക. മാഡം ഇതിനെങ്ങനെ കരയുന്നത്? എന്തിനാണെന്ന് തനിക്കറിയില്ലേ? എനിക്ക് അച്ഛൻ പറഞ്ഞ ജീവനാ, പക്ഷേ അച്ഛൻ എന്നെ ഒട്ടും ഇഷ്ടമല്ല. അച്ഛൻ എന്നെ ഒന്ന് സ്നേഹിച്ചിട്ട് പോലുമില്ല. അച്ഛൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ കാത്തിരിക്കുക. ആ സമയത്ത് വിവാഹം കഴിച്ച് ഇവിടെ നിന്ന് പോകേണ്ടി വന്നാൽ പിന്നെ അച്ഛനിൽ നിന്ന് ഞാൻ കൂടുതൽ അകലും. എനിക്ക് ആ സ്നേഹം എന്നേക്കുമായിട്ട് നഷ്ടമാകും. അതിനെനിക്ക് വയ്യ. അന്നേരം രാജു വരണേ, പെൺകുട്ടികളായ അങ്ങനെയല്ല മാഡം, കുറച്ച് നാൾ കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ നിന്ന് പോകേണ്ടി വരില്ലേ, പിന്നെ ഭർത്താവിൻ്റെ വീടായിരിക്കും അവർക്ക് സ്വന്തം വീടും. മാഡം ഇങ്ങനെ വിഷമിക്കല്ലേ. ഈ സമയം അംബിക റൂമിലേക്ക് വരുമായിരിക്കും. അല്ല നിനക്കെന്താ ഇവിടെ കാര്യം? പിന്നെ മാഡം ഇവിടെ കരയുന്നത് കണ്ടപ്പോൾ കരയുന്നെന്നോ? എന്താണെങ്കിലും അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ ചെല്ല്, പ്രതാപൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ രാജു അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഋതികക്ക് അംബിക അണിയാനായിട്ട് ആഭരണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ദാ ഈ ആഭരണങ്ങൾ മുഴുവൻ അണിയണം. അങ്ങനെ പറഞ്ഞ് അതൊക്കെ കൊടുത്തിട്ട് അംബികയും അവിടെ നിന്നും പോകുവാണ്. ഈ സമയം പ്രതാപൻ തൻ്റെ ഫോൺ രാജുവിനെ ഏൽപ്പിക്കുക. രാജു ഈ ഫോൺ ഇനി നീ വെച്ചോ, ആര് വിളിച്ചാലും എനിക്ക് തരണ്ട.
ഇനി ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൻ്റെ തിരക്കിലാണെന്ന് നീ പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ ചടങ്ങ് കഴിഞ്ഞ് നീ എന്നോട് പറഞ്ഞാൽ മതി. ഇവിടെ ഒരു മംഗളകാര്യം നടക്കാൻ പോകുമല്ലേ. നിനക്ക് വേണ്ടേ ഇതുപോലൊരു കൂട്ടൊക്കെ? നിനക്ക് യോജിക്കുന്ന ഒരാളെ നമുക്ക് കണ്ടെത്താം. അല്ല, ഇനി ആരെങ്കിലും നീ അങ്ങനെ കണ്ടുവച്ചിട്ടുണ്ടോ? അന്നേരം നാണത്തോട് ചിരിക്കുവാണ്ടോ രാജു. പിന്നീട് കാണിക്കുന്നത് രാജു സ്നേഹിക്കുന്ന ആ പെൺകുട്ടീനെയാണ്. അങ്ങനെ ആ പെൺകുട്ടി ഫോണിൽ കൂട്ടുകാരോട് രാജുവിനെ കുറിച്ച് സംസാരിക്കുമായിരിക്കും. ഞാൻ രാജുവിനെ കാത്തു നിൽക്കുക, രാജു മൈ സ്വീറ്റ് ഹാർട്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. പിന്നീട് ആ കുട്ടി അവളുടെ അച്ഛൻ്റെ അരികിലേക്ക് ചെല്ലുവാണ്. അന്നേരം അവളുടെ അച്ഛൻ പറയുക, ആ രാജുവിൻ്റെ വീട്ടുകാർ ഇതുവരെ വാടക തന്നിട്ടില്ല, ഇനി അവരുടെ അടുത്ത് വാടക പിരിക്കാൻ പോകണം. അന്നേരം ആ കുട്ടി പറയാനേ, അവർ തന്നോളൂ വെച്ചാൽ എന്തെങ്കിലും ചിലപ്പോൾ തടസ്സം നേരിട്ടിട്ടുണ്ടാവും. അച്ഛൻ ചോദിക്കാനൊന്നും പോകണ്ട. ഞാൻ ചോദിച്ചില്ലെങ്കിൽ നിൻ്റെ അമ്മ അവിടെ പോയി ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കിക്കോളും. ഈ സമയം അവളുടെ അമ്മ അങ്ങോട്ടേക്ക് എത്തുവാം. അതെ, എന്തായി? ആ വേണുവിൻ്റെ കാശ് കിട്ടിയോ? ഇല്ല, അവരിതുവരെ തന്നിട്ടില്ലെന്നോ? എന്നാൽ പോയി ചോദിക്കണം. ഈ സമയം മോള് പറയുക, അമ്മേ അവർ തന്നോളും, അമ്മ ഇപ്പോൾ ചോദിച്ച പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. എടി മോളെ, ഇങ്ങനെയൊക്കെ ഇരുന്നാലേ നമ്മുടെ ബിസിനസ്സാണ് പൊളിയാൻ പോകുന്നത്. കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ ചോദിച്ചു വാങ്ങണം, അല്ലെങ്കിലേ നമുക്ക് അതിനെ നഷ്ടം സംഭവിക്കാൻ പോകുന്നത്. എടാ നീ വന്നേ എന്ന് പറഞ്ഞ് അവരുടെ മോനെയും കൂട്ടി പോകാൻ തുടങ്ങുക. ആ സമയം ആ കുട്ടി പറയണേ, അമ്മേ ഞാനും കൂടി വരുക, ഞാനും ഇതൊക്കെ കണ്ടുപിടിക്കാമല്ലോ. അത് കാണുമ്പോൾ അച്ഛൻ പറയണേ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ഇതിലൂടെ നിൽക്കുന്നത്, ഞാനും കൂടി വരാണ്ടിരിക്കൂ, എനിക്ക് എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി അവിടെ നിന്ന് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് പെണ്ണ് കാണാൻ വരുന്നവരെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതാപനെയും ശേഖറിനെയും അംബികേനെയൊക്കെയാണ്. അന്നേരം ശേഖർ ചോദിക്കണേ, അല്ല ചെക്കൻ എന്ത് ചെയ്യുവാം? അന്നേരം പ്രതാപൻ പറയണേ, അവൻ ഇവിടുത്തെ സെൻട്രൽ മിനിസ്റ്ററിൻ്റെ അനിയൻ്റെ മോനാണ്. നമ്മുടെ കുടുംബത്തിന് യോജിച്ച ബന്ധം, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത്ര നല്ലൊരു ബന്ധം നമ്മുടെ കുടുംബത്തിലേക്ക് വന്നത്. അല്ല ചേച്ചി, അവൾ റെഡിയായില്ലേ? പിന്നെ അമ്മാവനെ നാണം കെടുത്താൻ എൻ്റെ സാനിയ മോള് ഒരിക്കലും അനുവദിക്കില്ല, അവളവിടെ റെഡിയായി നിൽക്കുക. ഈ സമയം പ്രതാപം പറയണേ, എനിക്കറിയാം, അല്ലെങ്കിലും എന്നെ എല്ലായിടത്തും നാണം കെടുത്തുന്നത് എൻ്റെ സ്വന്തം മോള് തന്നെയാണ്. സാനിയയുടെ ഭാഗ്യമാണ് ഈ ഒരു ബന്ധം. ഈ സമയം ഇത് കേട്ട് അങ്ങോട്ടേക്ക് വരുവാണ് രാജുവിന് അങ്ങനെ ആകെ കൂടി ഒരു സംശയം തോന്നുവാണ്. അങ്ങനെ രാജു നേരെ മുകളിലേക്ക് പോകുവാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന യാമിനിയെ കണ്ട് യാമിനോട് ചോദിക്കുക, മാഡം യഥാർത്ഥത്തിൽ ഇവിടെ ആർക്കാ പെണ്ണ് കാണൽ ചടങ്ങ്? സാനിയക്കാണോ അതോ ഋതിക മാഡത്തിനാണോ? അതെന്താ നിനക്ക് അങ്ങനെ ഒരു സംശയം? സാനിയയ്ക്ക് ഇവിടെ പെണ്ണ് കാണൽ ചടങ്ങ്, ഋതികക്കാണെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഓ അങ്ങനെയാണല്ലേ. അങ്ങനെ പറഞ്ഞ് രാജു നേരെ റൂമിലെത്തുവാണ് ഋതികയുടെ കാര്യം പറയാനായിട്ട്. ഈ സമയം റൂമിലെത്തുമ്പോൾ ഋതികയെ കാണുന്നില്ലല്ലോ. അന്നേരം അപ്പുവിനെ കാണുമ്പോൾ അപ്പുവിനോട് ചോദിക്കുക, അല്ല മാഡം ഇവിടെ? ഋതു ചേച്ചിയെ ഇവിടെ നിന്ന് പോയി വിവാഹം മുടക്കാനായിട്ട്. വിവാഹം മുടക്കാൻ പോയെന്നോ? ദേ ആ സാരി കണ്ടോ, അതുവഴി താഴത്തേക്ക് തൂങ്ങിയാ പോയത്. അത് കേൾക്കുന്നത് തലക്ക് കഴിയും വെച്ച് നിൽക്കുക രാജു. ഈശ്വര, മാഡം ഇപ്പോൾ വിവാഹം ചെന്ന് മുടക്കിയാൽ അത് പിന്നെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും, എങ്ങനെയെങ്കിലും മാഡത്തെ തടഞ്ഞേ പറ്റൂ. അങ്ങനെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് രാജു. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതേപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്